ഹായ്, ഞാൻ സ്വാതി. സോ നീറ്റ് 2025 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതാണ്. നിങ്ങൾക്ക് കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞുതരാൻ കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ എന്നും രാവിലെ എണീച്ച് കുറേ പ്ലാനൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. ഇന്നതൊക്കെ പഠിക്കണം, ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം, ക്ലാസ്സിൽ കംപ്ലീറ്റ്ലി ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം, അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇന്നത്തെ ഡേ അത്രയും പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ കുറേ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ മിക്ക ദിവസങ്ങളിലും രാത്രി നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ അത് കംപ്ലീറ്റ് നമുക്ക് അന്ന് ചെയ്ത് തീർക്കാൻ അല്ലെങ്കിൽ അന്ന് പഠിച്ചു തീർക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ പല ദിവസങ്ങളിലും നമ്മൾ ഭയങ്കര ഡെസ്പായിട്ടായിരിക്കും ഉറങ്ങാൻ പോകുന്നത്. ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇന്ന പ്ലാൻ ഉണ്ടാക്കി എനിക്കത് തീർക്കാൻ പറ്റണില്ലല്ലോ, ഞാൻ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇത്രയ്ക്കും വർക്ക് ചെയ്തിട്ടും എൻ്റെ അത്ര പോലും പഠിക്കാത്ത കുട്ടിക്കാണല്ലോ എന്നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ ആലോചിച്ച് പല ദിവസങ്ങളിലും നിങ്ങൾ ഡെസ്പായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം ഞാനിങ്ങനെ മെൻറ്റർ ചെയ്യുന്ന സമയത്ത് പല കുട്ടികളും പറയുന്ന കാര്യമായതുകൊണ്ട് യൂട്യൂബിൽ ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, അവോയ്ഡ് പെർഫെക്ഷനിസം. നമ്മളൊക്കെ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്ത് കാര്യങ്ങളും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം, രാവിലെ ഉണ്ടാക്കിയ പ്ലാനൊത്ത് തന്നെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് അതുപോലെ ചെയ്യണം. നമ്മുടെ ഒക്കെ ആഗ്രഹമാണ് അത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഡേയ്സിലും നമ്മൾ വിചാരിച്ചതുപോലെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിലും ആക്ച്വലി കുഴപ്പമില്ല. ഒരു ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഈ ടൂ മച്ച് പെർഫെക്ഷനിസം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും അറ്റ് ലാസ്റ്റ് കിടക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുക. അതായത് എനിക്ക് പലപ്പോഴും ഉള്ളൊരു പ്രശ്നമായിരുന്നു അത്. ഞാൻ കുറേ പ്ലാൻസ് ഉണ്ടാക്കും. ഇപ്പോൾ ഓവർ എ വീക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഞാൻ ഉദ്ദേശിച്ചതുപോലെ തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ആ പ്ലാൻ വെട്ടി ഞാൻ അടുത്ത പ്ലാൻ ഉണ്ടാക്കും. ഈ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് അത് ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷേ ടൂ മച്ച് ആവുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്നും രാവിലെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. കാരണം നമ്മളെ കൊണ്ട് ഒരിക്കലും ഒരു ദിവസം പഠിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഒരു ദിവസം രാവിലെ എന്തൊക്കെ പഠിച്ചു തീർക്കണം പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അത് നിങ്ങളെ കൊണ്ട് അന്നത്തെ ദിവസം പഠിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ്, അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾ പ്ലാനിൽ എഴുതിയെന്ന് വെച്ചാൽ രാത്രി നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റില്ല. അപ്പം അന്ന് കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. ഞാൻ പ്ലാൻ ഉണ്ടാക്കിയതുപോലെ ഒന്നും നടക്കുന്നില്ലല്ലോ, ഭയങ്കര സങ്കടമായിരിക്കും. അപ്പം എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ ഓരോരുത്തരുടെയും കഴിവുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ്, ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സ് ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കഴിവിന് പറ്റിയ രീതിക്കുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾസ് ഉണ്ടാക്കുക. ടൂ മച്ച് പെർഫെക്ഷനിസം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന കാര്യം ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമുക്കറിയാത്ത പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്, അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാണ്, ക്വസ്റ്റ്യൻസ് ചെയ്യാണ്, ആൻസേഴ്സ് കണ്ടെത്തുകയാണ്. അപ്പോൾ അത് നല്ല എൻജോയ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഈ ഒരു റിപ്പീറ്റ് ചെയ്യണ പീരിയഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, വാട്ടെവർ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പീരിയഡ് എന്ന് പറയുന്നത് കുറച്ചധികം സ്ട്രെസ്ഫുൾ ആണ്. അപ്പം അധികം സ്ട്രെസ്സൊന്നും തലയിലേക്ക് എടുക്കാതെ നല്ല രീതിക്ക് ഈ ഒരു വർഷം ഇരുന്ന് പഠിക്കുക. അടുത്ത വർഷം 2025 നീറ്റ് നിങ്ങൾക്കുള്ളതാണ്. ഒരു ഗവൺമെൻറ് MBBS സീറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഇനി അതിലേക്ക് എത്തലാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പം നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.